ിലെ ഫ്ളാറ്റിൽ നിന്ന് 26-ാം നിലയിൽ നിന്ന് വീണ് മരിച്ച മിഹിർ അഹമ്മദിന്റെ അമ്മയുടെ സഹോദരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ മിഹിർ അഹമ്മദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കൾ പറയുന്നത്? ഈ മാസം 15-ാം തീയതിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് കുട്ടി ഒരു 3:50 ഒക്കെ ആയപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. നമ്മൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. നമസ്കാരം. 15 വയസ്സുകാരൻ മിഹിറിന്റെ ആത്മഹത്യ. ഫ്ളാറ്റിന്റെ അപ്പാർട്ട്മെന്റിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും മിഹിർ താഴേക്ക് എടുത്തു ചാടി. ജീവനെടുക്കുന്ന റാഗിങ്ങോ? എറണാകുളം ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ മിഹിറിന്റെ മാതാപിതാക്കൾ ഏറെ പ്രതീക്ഷയോടെ മിഹിറിനെ അവിടെ ചേർത്തി. വളരെ നന്നായി പഠിക്കാൻ മിടുക്കനായിരുന്ന, സ്പോർട്സിലും മിടുക്കനായിരുന്ന മിഹിർ വളരെ സന്തോഷവാനായിരുന്നു ആദ്യ ദിവസം സ്കൂളിലേക്ക് എത്തിച്ചേർന്നത്. പിന്നീട് മിഹിറിൻ്റെ ആ മുഖത്ത് ആ സന്തോഷം കാണാനിടയായില്ല. പക്ഷേ കുഞ്ഞു പതുക്കെ വീട്ടുകാരോടും ഒന്നും പറയാതായി. ഒന്നും മിണ്ടാതിരിക്കുന്ന മിഹിർ പെടുന്നതിന് ഒരു ദിവസം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് മുകളിൽ നിന്നും താഴേക്ക് എടുത്തു ചാടുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ മിഹിർ ആ സ്കൂളിൽ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളായിരുന്നു. മിഹിറിൻ്റെ മാതാപിതാക്കളുടെ കണ്ണുകൾ നനഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു. മിഹിറിനു വേണ്ടി ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് തന്നെ ഇൻസ്റ്റഗ്രാമിൽ അവൻ്റെ സഹപാഠികൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ പെടുന്നനെ ആ ഗ്രൂപ്പ് അപ്രത്യക്ഷമായി. ഇതും മാതാപിതാക്കൾക്ക് സംശയങ്ങളുണ്ടാക്കി. ഒരു ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താ അത് 2 ഡേയ്സിൽ ഡിലീറ്റ് ആവുകയും ചെയ്തത്. അപ്പോൾ അതിലുള്ള കുറച്ച് ചാറ്റ്സ്, ഇൻഫർമേഷൻസ്, അത് മാത്രമല്ല ആ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ഇവൻ്റെ അടുത്ത ഫ്രണ്ട്സിനോട് ഇവൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിന് ശേഷമാണുള്ളത്. അപ്പം അതിലൊരു ചാറ്റ് വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വന്നു. കാരണം ഇവൻ്റെ മരണ വിവരം അറിഞ്ഞതിന് ശേഷം ആ ചാറ്റിൽ 2 കുട്ടികൾ ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സ്കിൻ ടോണിനെ വരെ അതിൽ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടാണ് ഇവർ ഈ മരണവിവരം അങ്ങോട്ട് പറയുന്നത്. അത് പറയുന്നത് ഒരു ആഘോഷം പോലെയാണ് പറയുന്നത്. അതായത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ആ ചാറ്റിലുള്ളത്. അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവനെ ഫോഴ്സ്ഫുള്ളി അവിടുത്തെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഇവൻ്റെ തല ക്ലോസറ്റിൽ ഇട്ട്, അതായത് ക്ലോസറ്റിൽ ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഈ ക്ലോസറ്റിലേക്ക് തല മുക്കിയതിന് ശേഷം ഫ്ലഷ് ചെയ്യുക, ഇങ്ങനെ അതുപോലെ സ്കൂൾ ബസ്സിൽ ഇവനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മൾ പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. അതായത് ഇവൻ്റെ ഫ്രണ്ട്സ് ത്രൂ ഈ ചാറ്റ് ത്രൂ. അപ്പം അതിനെഗെയിൻസ്റ്റ് നമുക്ക് കിട്ടിയ പ്രൂഫും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. മിഹിർ എന്ന് പറഞ്ഞ ആ 15 വയസ്സുകാരൻ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളായിരുന്നു. ആ കുട്ടി അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ എത്രത്തോളമാണെന്ന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. സ്കൂളിലെ ഒരു സംഘം കുട്ടികൾ മിഹിറിനെ ചേർന്ന് ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തി ടോയ്ലറ്റ് നക്കിച്ചു. സ്കൂൾ ബസ്സിലും മിഹിർ നേരിട്ടത് കൊടിയ പീഡനങ്ങളായിരുന്നു. മിഹിറിനെ നിരന്തരം അവർ ഉപദ്രവിച്ചിരുന്നു. പക്ഷേ മിഹിർ അനുഭവിച്ച ആ കൊടും ക്രൂരതയൊന്നും മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മിഹിർ ഇതിനു മുന്നേ മറ്റൊരു സ്കൂളിൽ നിന്നും മാറ്റിയതാണ്. അവിടെ ചെറിയ ബുദ്ധിമുട്ടുകൾ, ചെറിയൊരു പ്രശ്നത്തെ തുടർന്ന് പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് മിഹിറിനെ ആ സ്കൂളിൽ നിന്ന് മാറ്റിയത്. മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിഹിർ ഇതെല്ലാം മനസ്സിലൊതുക്കിയത്. പക്ഷേ ആ കുഞ്ഞു മനസ്സല്ലേ, അധികം സഹിക്കാൻ അതിന് കഴിയില്ലല്ലോ. സഹിക്കിട്ട് ആ കുഞ്ഞ് ആ വലിയൊരു കടുത്ത തീരുമാനത്തിലേക്ക് പിന്നീട് പോവുകയാണ്. ഇത് മരിച്ചിട്ടും ആ ദുഷ്ടക്കൂട്ടങ്ങളുടെ കലി അടങ്ങിയില്ല. അവർ അതിനെ പുച്ഛിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും തമാശിച്ചുകൊണ്ടും വാട്സപ്പ് കോളുകളും വാട്സപ്പ് വീഡിയോകളും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജുകൾ അയക്കുകയുണ്ടായി. ആ കുഞ്ഞു സഹപാഠിയുടെ മരണം പോലും ആസ്വദിക്കുന്ന ഇവരെ കുട്ടികളെന്ന് ഉച്ചരിക്കാൻ സാധിക്കില്ല. പിശാചുക്കളാണ്. എന്തൊരു മനസ്സാണ് ഈ കുട്ടികളുടേത്. 15 വയസ്സോളം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നടത്തിയ ഈ കുഞ്ഞിനെ ഇതുപോലെയുള്ള ചാപാലികൾക്ക് കളിക്കാൻ കൊടുക്കാനുള്ള കളിപ്പാട്ടമാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ മിഹിറിൻ്റെ മരണശേഷം അയച്ച മെസ്സേജുകളാണിത്. മാത്രവുമല്ല, മിഹിറിന് അവർ റാഗിങ് ചെയ്ത ചില കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. മിഹിറിൻ്റെ കൈവിരലുകൾക്കിടയിലൂടെ കത്തി ഇറക്കിയിരുന്നു. നല്ലതായി, ഭൂമിക്കൊരു ഭാരമാണ് എന്ന തരത്തിൽ വളരെ സന്തോഷിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ്. മാത്രവുമല്ല, മിഹിറിൻ്റെ കളറിനെ പറ്റിയും അവർ കളിയാക്കിയിരുന്നു, പരിഹസിച്ചിരുന്നു. എത്രത്തോളം ദുഷ്ടന്മാരാണ് ഇവരെന്ന് നോക്കൂ. എനിക്ക് തോന്നുന്നു ഇവർ വല്ല ലഹരിക്കും അടിമകളായിരിക്കും. ഒരുപക്ഷെ ഇവരെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണം. എന്തുകൊണ്ടാണ് മിഹിറിനെ അവർ ഇത്രത്തോളം ദ്രോഹിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണം. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സ്കൂൾ മാനേജ്മെൻറ്റുകൾ പുറത്തുവിടില്ല. കാരണം സ്കൂളിനത് നാണക്കേടാണ്.
പരമാവധി സ്കൂളിൻ്റെ പ്രിവിലേജ് നശിക്കുമെന്നത് ഉദ്ദേശിച്ച് അവരാരും ഇതിൻ്റെ സത്യാവസ്ഥ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകില്ല. എന്തായാലും മിഹിർ എന്ന ഈ ഒരു രക്തസാക്ഷിയിലോട് കൂടി ഇനിയെങ്കിലും ഈ ഒരു റാഗിംഗ് നിൽക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ പൊന്നുപോലെ വളർത്തി, നമ്മൾ പൊന്നുപോലെ നോക്കി കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ എത്ര മാതാപിതാക്കൾക്ക് ഇനി ഉള്ളിലൊരു ആശങ്കയാണ്. അവരുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ്, അവരിനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചിന്ത. ഇതുപോലെയുള്ള കാബാലികൾക്ക് കളിക്കാൻ കൊടുക്കാനുള്ളതാണോ നമ്മുടെ പൊന്നുമക്കൾ? നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.